ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും ഉത്സവങ്ങളുടെ കാലമല്ലേ. അപ്പം എൻ്റെ നാട്ടിലും തിരുവനന്തപുരം ആരനാട്ട് അമ്മയെന്നറിയപ്പെടുന്ന ശ്രീ അയ്യങ്കാല മഠം ഭഗവതി ക്ഷേത്രത്തിലെ ഒരു ഘോഷയാത്രയാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളും ഭക്തി നിർഭരമായ കാഴ്ചകളാണ് നമ്മളെ കാഴ്ചയിൽ കാണുന്നത്. എല്ലാ വീട്ടുകാരും കടകളിലും നിലവിളക്കും നിറപറയും വളരെ അടിപൊളിയായിട്ട് തന്നെ അലങ്കാരവും ഫ്രൂട്ട്സ് വയ്ക്കുന്നതായാലും വിളക്ക് വയ്ക്കുന്നതായാലും നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല കാഴ്ചയ്ക്ക് ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ജനങ്ങൾക്ക് സന്തോഷകരമായ ഗാനമേള, പൂത്തിരിമേള, കുട്ടികൾക്ക് സന്തോഷമാകാൻ വേണ്ടി വർണ്ണ കാഴ്ചകളും കളിപ്പാട്ടങ്ങളും, പിന്നെ മുത്തുക്കുട ചൂടിയ മഹിളകൾ, താലപ്പൊലിക്ക് നിൽക്കുന്ന കുഞ്ഞാനുചെത്തിമാർ, അമ്മയുടെ അനുഗ്രഹം തേടി അവർ വരികയാണ്. ഈ നിൽക്കുന്ന എല്ലാവരും നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. റോഡൊക്കെ നല്ല മൊത്തം ബ്ലോക്കായി നല്ല തിരക്കാണ്. കാരണം അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും അമ്മയെ കാണാൻ വേണ്ടി, അമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഈ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും അമ്മയെ വളരെ ഇഷ്ടമാണ്. വിളിച്ചാൽ വിളിയേൽക്കുന്ന ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. നാദസ്വരത്തിൻ്റെയും ശിങ്കാരിമേളത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും എല്ലാം അകമ്പടിയോടെ അമ്മ വരുന്ന കാഴ്ച അതൊരു പ്രത്യേകത തന്നെയാണ്. നമ്മളെ കാണുമ്പം നമ്മുടെ മനസ്സും സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞ് വരുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കൊച്ചു കുട്ടികൾക്ക് വരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും സകല ആൾക്കാരും അമ്മയുടെ കാഴ്ചയ്ക്ക്, അമ്മയുടെ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും സന്തോഷകരമായി കൈകൂപ്പുന്ന നിമിഷങ്ങളാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. പുഷ്പവൃഷ്ടിയുടെയും ചെണ്ടമേളത്തിൻ്റെയും പൂത്തിരിമേളയുടെയും ആ ഒരു ഭംഗിയും ആ കാഴ്ചകളും എല്ലാം എനിക്കും എൻ്റെ പ്രായത്തിൽ എല്ലാവർക്കും ഒരു കാഴ്ചയ്ക്കുള്ള കുളിർമയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വയസ്സായവർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് എന്നേക്കാൾ ഉപരി സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ അമ്മയ്ക്ക് ഏറെ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ആരനാട്ടത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ ഒന്നാണ് അയ്യങ്കാല മഠം. അവിടുത്തെ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഈ പ്രദേശവാസികൾക്ക് അതൊരു ഉത്സവം തന്നെയാണ്. ഉത്സവമല്ല, ഓണം പോലത്തെ ഉത്സവം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും സന്തോഷകരമായി പുതിയ ഉടുപ്പും എല്ലാം കൊണ്ടും ഒരു സന്തോഷമായ ഒരു രീതി തന്നെ അവർ വന്ന് നിൽക്കുന്നത്. അതിലുപരി കാണാൻ കഴിക്കുന്ന അവർ കൊള്ളുന്ന ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്ന ഓരോ വേഷങ്ങളും അവർ കാണിക്കുന്ന ഓരോ ലീലാവിലാസങ്ങൾ നമുക്കത് കണ്ടു നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവരത് ചെയ്യുന്നത്. അവരെ ഒരു കലാരൂപമായ കാഴ്ചകൾ അവർ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ അത് ചെയ്ത് കൂട്ടുന്നത്. എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണെന്ന് അറിയില്ല അവർ ചെയ്യുന്നത്. നല്ലപോലെ അവർ മെയ് വഴക്കും എല്ലാം ഉള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പൂക്കളുണ്ട്, റോഡ് മൊത്തവും മൂടി അടക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അതിലുപരി കാഴ്ച ശിവൻ്റെ വേഷം, അത് കഴിഞ്ഞ് ഭദ്രകാളിയുടെ വേഷം, അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവിയുടെ വേഷം, അത് കഴിഞ്ഞ് ഗണപതിയുടെ വേഷം, എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഒരു കണ്ണിന് കുളിർമയായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സന്തോഷകരമായ നിമിഷം നമുക്ക് ഈ പറയില്ല, സന്തോഷം കൊണ്ട് കണ്ണീര് വരും, സന്തോഷം കൊണ്ട് ചിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അത്രയ്ക്ക് വളരെ ഗംഭീരമായിട്ടാണ്. പിന്നെ അതിലുപരി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെണ്ടമേളത്തിൻ്റെ താളത്തിനുള്ള അവരുടെ നൃത്തം അത് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ താളം ചുവടുകൾ നമുക്കത് കണ്ടിട്ട് കാണാതെ പോകാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടാണ് അവർ ചെണ്ടമേളത്തിനൊത്ത് അവർ താളം ചവിട്ടുന്നത്. പിന്നെ അതിലുപരി ചെണ്ടമേളത്തിൻ്റെ ഏറ്റവും തൊട്ട് താഴേക്ക് നാസിക് ഡോൾ, അവരുടെ കലാപരം നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവർ അതും ചെയ്യുന്നത്. കലാകാരൻ വന്ന് നമുക്കൊരിക്കലും അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക്
സന്തോഷമല്ല കൊച്ചുകുട്ടികളുടെ ആ നോട്ടവും സന്തോഷവും നമുക്ക് കാഴ്ചകൾ തന്നെ കാണാൻ കഴിയും. അവരുടെ രൂപങ്ങളും വർണ്ണക്കാഴ്ചകളുള്ള രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് ഭംഗിയായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നത്, അവരെ സന്തോഷമായി അവരെ മുഖത്ത് കാണുന്ന പ്രസാദം തന്നെയാണ് നമ്മളെ ഉള്ളിൽ സന്തോഷവും. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവർ സന്തോഷിച്ചായിട്ട് അവർ നല്ലൊരു നൃത്തം ചെയ്ത് പോകുന്നത്. അവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു എന്താ പറയുക, നമുക്ക് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത പോലും അതിലുണ്ടാവില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവർ പോകുന്നത്. ലൈറ്റ് ഇത് കണ്ടോ, നല്ല വർണ്ണ കാഴ്ചയിലുള്ള ഒരു ഷോ തന്നെയാണ്. അവരുടെ ഒരു ഡാൻസ് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും. നല്ല സൂപ്പറായിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. അത് കാണാൻ ഭംഗി നോക്കിയേ. എല്ലാ കലാപരമായിട്ട് അവർ നൃത്ത ചൂടുകൾ, അവർ ഓരോ സ്റ്റെപ്പുകളും നമുക്കത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും, ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുന്നത്. പിന്നെ അമ്മയുടെ ഇഷ്ട വഴിപാടായ തേരിവിളക്ക്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് തേരിവിളക്ക്. കൊച്ചു കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ തേരിവിളക്ക് അവർ നേർച്ചയായി സമർപ്പിക്കുന്നുണ്ട് ദേവിക്ക്. തേരിവിളക്കിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം തേരിവിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. തേരിവിളക്ക് കാണുന്നതും അവരുടെ നൃത്തച്ചൂടിൽ കാണുന്നതും ഭയങ്കരമായ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് വരുന്ന തേരിവിളക്കുകൾ തന്നെ നമുക്കത് കാണാൻ കഴിയും. അവിടെ ഇച്ചിരി ബ്ലോക്ക് ആയതുകൊണ്ട് തേരിവിളക്ക് ശകലം താമസിച്ചേ വരത്തുള്ളൂ. ചെണ്ടമേളത്തിൻ്റെ ആ താളത്തിന് തേരിവിളക്കിൻ്റെ നൃത്തച്ചൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാഴ്ചയിൽ തന്നെ വ്രതശുദ്ധിയോടുള്ള തേരിവിളക്കാണ് എടുക്കുന്നത്. അമ്മയ്ക്ക്, ഈ ആര്യനാട്ടമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേർച്ചയാണ് തേരിവിളക്ക്. അതുകൊണ്ട് എല്ലാ ഭക്തരും അമ്മയ്ക്ക് വേണ്ടി നേർച്ചകളൊക്കെ സമർപ്പിച്ച് വ്രതം നോറ്റി സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കും നമ്മളെ കൈകളും കാലുകളും തനിയെ ചലിക്കാൻ തുടങ്ങും. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അവർ അത് കളിക്കുന്നത് കാണാനും എല്ലാം. കൊച്ചു കുട്ടികൾ വരെ അവർ നൃത്തം ചൂടുകൾ വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഭംഗിയായിട്ട് അവർ സൂപ്പറായിട്ട് ചെയ്യുന്നത്. സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ആര്യനാട് ഭാഗത്തെ ഈ ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നമ്മൾ ഈ എപ്പിസോഡിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകൾ ആര്യനാട് അമ്മയെക്കുറിച്ച് പറയാനുണ്ട്. അത്രയ്ക്ക് വിശ്വാസമാണ് ഇവിടുത്തെ ആര്യനാട് അമ്മയ്ക്ക്, ആര്യനാട് നിവാസികൾക്ക്. അമ്മയുടെ തേരുവിളക്കാണ് ഇവിടെ കടന്നു പോകുന്നത്. എല്ലാവരും കാണാൻ സാധിക്കും. ഒരുപാടുണ്ട് തേരുവിളക്ക്. അവർക്ക് ഇങ്ങനെ വരിവരായി പോകുന്നുണ്ട്. അവർക്ക് ഈ ബാക്കിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് കളിക്കാനൊന്നും കഴിയുന്നില്ല. കളിക്കാൻ കഴിയാതെ അവർ വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ആൾക്കാർക്ക് വീട്ടിൽ പോകുന്ന ആൾക്കാർ അത്യാവശ്യം ഇടയ്ക്കുള്ള വണ്ടികളിൽ നിന്ന് പോകുന്നുണ്ട്. കാരണം ചില ആൾക്കാർക്ക് തിരക്കുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ വീട്ടിൽ പോകാൻ സമയമായി. കാരണം ഇത് കഴിയാനുള്ള സമയമായിരുന്നു 10 മണി അതിലേറെയായി. അത്ര തിരക്കിലാണ് ആൾക്കാർ നടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.